ഹായ് ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ ഫ്രൈ ആയാലോ? മകൾ വന്നതിൻ്റെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. അച്ഛൻ ഇന്ന് പിടിച്ചുകൊണ്ട് വന്ന് കരിമീനാണ് കേട്ടോ. അതിന് നല്ല രീതിയിൽ ജീവനും ഉണ്ട്. കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. അന്നേരത്തേക്കും എന്തെങ്കിലും പുറത്ത് നല്ല പരാതിപ്പെട്ടി തുറക്കുന്ന സൗരം. വേറെ ആരുമല്ല, എൻ്റെ അച്ഛൻ വന്നതിൻ്റെ ഇതിന് എൻ്റെ മകൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. രാവിലെ ഒരു പേന ചോദിച്ചിട്ട് അത് കൊടുത്തില്ല. അത് അച്ഛൻ്റെതായതുകൊണ്ടാണ് അമ്മ കൊടുക്കാഞ്ഞത്. അതിനെക്കുറിച്ച് അമ്മേനെ കുറേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്ന് കേൾക്കാനായിട്ട് ഞാൻ പയ്യെ അങ്ങോട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ ചെല്ലുമ്പോൾ കിൻഡർ ജോയിയുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ദേ അകത്തോട്ട് വന്നപ്പോഴേക്കും അമ്മ ദേ വെട്ടാനായിട്ടുള്ള തയ്യാറെടുപ്പായി. നമ്മൾ പിന്നെ ഈ ഭാഗത്തോട്ടൊന്നും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ. എനിക്കെന്താണെന്നറിഞ്ഞൂടാ. എനിക്കെന്നല്ല, മിക്ക പെൺപിള്ളേർക്കും സ്വന്തം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു തളർച്ചവാദം അത് ഉറപ്പാണ്. അതേപോലെ തന്നെ ഒരു മടിച്ചിയാണ് ഞാനും. എൻ്റെ വീട്ടിൽ ചെന്ന് ഒരു വക ചെയ്യത്തില്ല. പിന്നെ ഹാളിലോട്ട് നോക്കിയപ്പോഴേക്കും ഒരാൾ ഭയങ്കര കാര്യമായിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് നേരം അടുക്കളയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കൻ്റെ നിർബന്ധം ആയതുകൊണ്ട് അച്ഛൻ തേയിലെ പേന എടുത്ത് കൊടുത്തിട്ടുണ്ട് കയ്യിൽ. പിന്നെ ആ പേനയിട്ടുള്ള പ്രഹസനമായി. വല്ലതും കുന്തോ എഴുതാനറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ദേ ആൾ എഴുതിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി കാര്യങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അന്നേരത്തേക്കും ദേ അമ്മ നല്ല മീൻ വറുക്കുന്നതിൻ്റെ സ്മെല്ലടിച്ചു. ഞാൻ അടുക്കളയിലോട്ടും ചെന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.